ഇന്ന് ഞാൻ പച്ചരി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് പച്ചരി വൃത്തിയായി കഴുകിയ ശേഷം ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തി എടുക്കണം. അങ്ങനെ ഈ പൊതിർത്തി എടുത്ത അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ. ആദ്യം 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളില്ലാതെ നന്നായി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് നല്ല ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഇതിപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി 1 കപ്പ് കൂടി ചേർക്കാം. മൊത്തം 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇതേ കപ്പിൽ തന്നെയാണ് അരിയും അളന്നത്. അതേ കപ്പിൽ തന്നെ പാലും തേങ്ങാപ്പാലും അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നന്നായി നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വണ്ണത്തിലുള്ള കിണ്ണത്തപ്പ വേണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വളരെ നേരിയതാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏത് സ്റ്റീമറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് മതിയാവും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇന്ന് എടുക്കാം. ഇതുപോലത്തെ 2-3 പാത്രം ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുമ്പോൾ മറ്റേത് വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇനി നമുക്കിത് അടർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുട്ട റോസ്റ്റ്, ബീഫ് വരട്ടിയതൊക്കെ നല്ല കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കൂലല്ലോ. പിന്നെ ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാം.